പിന്നെ അവിടെ കൊടുക്കാത്ത ചില സ്ഥാനങ്ങളുണ്ട്. ഓരോ ദിവസവും മനോരമക്കാരുടെ കയ്യിലൂടെ പുള്ളി ഓരോരോ സ്ഥാനം എടുത്തോണ്ടിരിക്കുക. ഇപ്പൊ മനോരമക്കാരുടെ എതിരായോ? പ്രഥമനില്ലായിരുന്നു, ഇപ്പം പ്രഥമനായി. മഫ്രിയാനായിരുന്നു. ഇനി എന്തൊക്കെയാ അച്ഛൻ അബദ്ധം കാണിച്ചു, കുറെ പേര് പറഞ്ഞു കൊടുത്തു. നാളെയൊക്കെ പുള്ളിക്കത് വരും കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. അച്ഛൻ കുറേയേറെ കാര്യം പറഞ്ഞു. ഇന്ത്യയുടെ വാതിൽ തറവോതുകോൽ ഹിന്ദുവായോ, മലങ്കര രാജവും. ഈ തറവോതുകോൽ ഹിന്ദുവായോ എന്നുള്ളത് കഞ്ഞിക്കുഴിയിലെ ഭാഷയാണ്. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? ഇതൊക്കെ സുറിയാനിക്കാർ പറഞ്ഞ കാര്യമല്ലേ? അത് അച്ഛൻ പറഞ്ഞാണോ? നിങ്ങൾ കോപ്പി അടിക്കുന്നല്ലേ അച്ഛൻ? എന്ത് ഗതികേടാന്ന് ഓർത്തി. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കണം. ഇദ്ദേഹം പറയുന്നത് മഫ്രിയാന എന്ന് എഴുതിയെന്ന്. ഈ മഫ്രിയാന എന്ന് എഴുതിയെന്ന് പറഞ്ഞാൽ ഇവർ 912 നടത്തിയ വ്യാജ കാതോലിക്കേറ്റ് വാഴ്ച. അപ്പോ ഈ ആമയിൽ അച്ഛൻ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. 1912 മലങ്കരയിൽ ഒരു കാതോലിക്കേറ്റ് സ്ഥാപിക്കുവാൻ അന്നത്തെ സുറിയാനി സഭയുടെ സുന്നഹദോസ് തീരുമാനിച്ചിട്ടില്ല. അപ്രകാരം ഒരു തീരുമാനം ഉണ്ടായി. നിങ്ങൾ ഈ കൊട്ടിഘോഷിക്കുന്ന സുന്നഹദോസ് തീരുമാനം എന്ന് പറയുന്നത് 912 കാതോലിക്കേറ്റ് വാഴ്ചയിൽ ഉണ്ടായിട്ടില്ല. അന്ന് തദ്ദേശീയ മെത്രാന്മാരെ ഇങ്ങനെ ഒരു കാതോലിക്കായി ഇവിടെ വാഴിക്കുന്നു എന്നുള്ള വിവരം അറിയിച്ചിട്ടില്ല. പത്രത്തിൽ പരസ്യം ചെയ്തിട്ടില്ല, നോട്ടീസ് അച്ചടിച്ചിറക്കിയിട്ടില്ല, ജനങ്ങളെ അറിയിച്ചിട്ടില്ല, ജനങ്ങളെ കാണിച്ചിട്ടില്ല. ഇനി ചുരുക്കമായ ജനം അവിടെ വന്നുകൂടിയെങ്കിലും അവരും കാണാതെ തിരശ്ശീല വലിച്ചിട്ട് തിരശ്ശീലയ്ക്കകത്ത് വെച്ച് രഹസ്യത്തിൽ എന്തോ ചെയ്തു എന്നാണ് പറയുന്നത്. തിരശ്ശീലയ്ക്കകത്ത് നിന്ന് PT ഗീവറീസ് അച്ഛൻ വിളിച്ചു പറഞ്ഞു വാഴ്ച നടന്നിരിക്കുന്നു എന്നുള്ളതല്ല യാതൊരു രേഖയുമില്ല. അപ്പൊ ഒന്നാമത്തെ കാതോലിക്കയെ നിങ്ങൾ വാഴിച്ചത് വ്യാജമായിട്ടാണ്. എന്നിട്ട് അതിനുശേഷം സ്ഥാപിക്കുവാൻ കിട്ടിയോ നിങ്ങൾക്ക്? ഈ കാതോലിക്കയെ വാഴിച്ചു എന്ന് പറഞ്ഞ് അബ്ദുൽ മിശിഹ പാത്രിർക്കീസ് എഴുതി എന്ന വ്യാജേന താനൊരു കത്തെഴുതി ഉണ്ടാക്കിയതാണെന്ന് PT ഗീവറീസ് അച്ഛൻ പറയുന്ന സാക്ഷിമൊഴി രേഖയായിട്ട് നമുക്കുണ്ട്. നിങ്ങളല്ലെങ്കിൽ ഒന്നാമത്തെ കാതോലിക്കേറ്റ് വാഴിച്ചിട്ട് അബ്ദുൽ മിശിഹ പാത്രിർക്കീസ് കൊടുത്ത ആ ഓതന്റിക് കൽപ്പന ഒന്ന് ഫ്രെയിം ചെയ്ത് നിങ്ങൾ ആ ദേവലോകത്തൊന്ന് കെട്ടിത്തൂക്കുക. ഞങ്ങളൊക്കെ ലൈനായിട്ട് ഒന്ന് കാണാം. അപ്പൊ നിങ്ങൾ പകരം ഉണ്ടാക്കി എന്താ? അങ്ങനെ ഒരു കൽപ്പന നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, വ്യാജമാണ്. അപ്പൊ അതിന് പകരം എന്ത് ചെയ്തു? PT ഗീവറീസ് അച്ഛൻ ഒരു കൽപ്പന ഉണ്ടാക്കി. പിന്നെ മനോരമ പ്രസില് വേറൊരു കൽപ്പന ഉണ്ടാക്കി. പിന്നെ പുതുപ്പള്ളിയില് ഒരു കൽപ്പന, കന്നുകുഴിയിലെ കുരുവിള എഞ്ചിനീയർ ഒരു കൽപ്പന എഴുതി ഉണ്ടാക്കി. അങ്ങനെ 3 കൽപ്പന വന്നു. ഒരു കൽപ്പനയുടെ സ്ഥാനത്ത് 3 കൽപ്പന. അപ്പൊ കന്നുകുഴിയിലെ കുരുവിള എഞ്ചിനീയർ ഒരു കൽപ്പന എഴുതി ഉണ്ടാക്കി. ആരുടെ ഭാവനയിലാണിത്? അബ്ദുൽ മിശിഹ എഴുതുന്നു എന്ന് പറഞ്ഞ് എഴുതി ഉണ്ടാക്കി. വേറൊരെണ്ണം PT ഗീവറീസ് അച്ഛൻ എഴുതി ഉണ്ടാക്കി. മറ്റൊന്ന് മനോരമ പ്രസിൽ എഴുതി ഉണ്ടാക്കി. ഇങ്ങനെ 3 കൽപ്പന ഉണ്ടായി. ഇപ്പൊ ഇവരുടെ 3 എണ്ണം ഇരിപ്പുണ്ട്. ഇതിൽ ഏത് എടുക്കണമെന്ന് അറിയത്തില്ല. തരാതരം പോലെ ഓരോന്ന് ഇങ്ങനെ പുറത്ത് കാണിക്കും. അല്ലാതെ കൃത്യമായിട്ട് ഒരു കാതോലിക്കായി വാഴിച്ചതിന് 3 സ്ഥാപിക്കുവാനാണ്. ഒരു കൽപ്പന, ഒരു കാതോലിക്കായി വാഴിക്കുന്നതിന് 3 കൽപ്പന ഒരു പാത്രക്കേസ് കൊടുക്കുകയാണ്. ഇവരായി 3 എണ്ണം കൊണ്ടുവരും. ഇതിൽ ഏതാ ശരിയെന്ന് ഇവർക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക. അപ്പൊ ആ കൽപ്പനയിൽ കാണുന്ന എന്ത് വാഴിച്ചെന്ന് അച്ഛാ എഴുതിയിരിക്കുന്നത്? മഫ്രിയാനെ വാഴിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അതായത് 1912 അബ്ദുൽ മിശിഹ പാത്രിർക്കീസ് വാഴിച്ചു എന്ന് വ്യാജമായിട്ട് അവകാശപ്പെടുന്ന മുറിമറ്റത്തിൽ പൗലൂസിനെ മഫ്രിയാനെയായി വാഴിച്ചു എന്നാണ് ഇവർ കൊണ്ടുവരുന്ന വ്യാജ ഡോക്യുമെന്റ് പോലും ഉള്ളത്. അതുകൊണ്ട് മഫ്രിയാനെയാണ് സുറിയാനി സഭ വാഴിക്കുന്നത്. മഫ്രിയാനെ അല്ലാതെ മറ്റാരെയും വാഴിക്കുവാൻ സുറിയാനി സഭയ്ക്ക് പറ്റില്ല. കാരണം സുറിയാനി സഭയുടെ സ്ഥാനമല്ല. അപ്പൊ മഫ്രിയാനെയെ കാതോലിക്കോസ് എന്നും വിളിക്കും. അതുകൊണ്ട് ലെബാനോനിൽ നടന്ന ആ കാതോലിക്ക വാഴ്ച ഇവർ വളഞ്ഞങ്ങ് പറയാം, കാതോലിക്ക. ഞാൻ ആ കാതോലിക്ക വാഴ്ച നേരിട്ട് അവിടെ നിന്ന് കണ്ടതാണ്. പരിശുദ്ധ അപ്രന്തിത്യൻ പാത്രിർക്കീസ് ബാവ കാതോലിക്ക എന്ന് തന്നെയാണ് പറഞ്ഞത്. മഫ്രിയാന കാതോലിക്ക എന്ന് പറഞ്ഞു. മഫ്രിയാന എന്നും കാതോലിക്ക എന്നും പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ റീവൈൻഡ് ചെയ്ത് ശ്രദ്ധിച്ച് കേക്ക്. മഫ്രിയാന എന്നും കാതോലിക്ക എന്നും പറയുന്നുണ്ട്. അത് നിങ്ങൾ മഫ്രിയാനയാണ് വാഴിച്ചത്, മഫ്രിയാന എന്തോ കുറഞ്ഞതാണ് എന്ന് പറഞ്ഞല്ല. 2 ടേമും പാത്രിർക്കീസ് ബാവ അട്ടർ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ഇങ്ങനെ ഈ നട്ടാകുരുക്കാത്ത നുണയെ പറഞ്ഞ് കുറേ ദിവസമായി ഇവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ച് ആ വീഡിയോ കണ്ടാൽ മതിയല്ലോ. അതിനകത്തുണ്ടല്ലോ കാതോലിക്ക എന്നും പറയുന്നുണ്ട്. മനസ്സിലായി? സുറിയാനി സഭയെ സംബന്ധിച്ച് അതും രണ്ടും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാവുന്ന 2 ടേമാണ്. ഒന്ന് കാതോലിക്കോസ് എന്ന് പറഞ്ഞാൽ പൊതുവായ അധ്യക്ഷൻ എന്നേ ഉള്ളൂ. മഫ്രിയാന എന്ന് പറഞ്ഞാൽ കുറെ കൂടെ പൊയറ്റിക്കൽ ആൻഡ് പ്രൊഫറ്റിക്കൽ നെയിമാണ്. ദാറ്റ് വേർഡ് ഹാസ് എ ഗ്രേറ്റ് ബ്യൂട്ടി. അപ്പോൾ വളരെയധികം സൗന്ദര്യമുള്ള വശ്യതയുള്ള ഒരു പേരാണ് മഫ്രിയാന. അതുകൊണ്ട് ഈ സുറിയാനിക്കാർ എപ്പോഴും സംഗീതാത്മകമായിട്ട് ചിന്തിക്കുകയും വ്യവഹരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമായതുകൊണ്ട് പൊയറ്റിക്കൽ നെയിമിനോട് അവർക്ക് ഒരു ആഭിമുഖ്യം കൂടുതലുള്ളത് കൊണ്ട് കാതോലിക്ക എന്ന ഒരു ജുഡീഷ്യൽ ടേമിനേക്കാളും മഫ്രിയാന എന്ന ഒരു പൊയറ്റിക്കൽ ടേമാണ് അവർ ഉപയോഗിക്കുന്നത്. രണ്ടും അർത്ഥത്തിലൊന്നാണ്. ഇപ്പൊ തന്നെ ഈ കരി പുരണ്ട അല്ല കരി കലക്കിയ വെള്ളത്തിൽ കുളിച്ചു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ കരി കലക്കിയ വെള്ളത്തിൽ കുളിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ചാക്ക് കരി ആ വെള്ളത്തിൽ ആരെങ്കിലും കൊട്ടയിട്ട് കലക്കിയെന്നല്ല. കരി എന്ന് പറഞ്ഞാൽ ആനയുടെ പര്യായമാണ്. ആന ഇറങ്ങി അവിടെ ഇങ്ങനെ കലക്കിയായിരുന്നു. അപ്പൊ രാജാവ് ചോദിച്ചു, എവിടെയാ കുളിച്ചേ? കരി കലക്കിയ വെള്ളത്തിൽ കുളിച്ചു. കേട്ടവർക്ക് ഒരു വിഷമം, പാടെ ഒരു അശുദ്ധൻ മ്ലേച്ഛൻ അങ്ങ് തോന്നുക, ഇവൻ കരി കലക്കിയ വെള്ളത്തിൽ കുളിച്ചു.
സെയിം കടവിൽ പോയി കുളിച്ചിട്ട് അടുത്ത നമ്പൂരിശൻ കയറി വരിക. അപ്പൊ രാജാവ് ചോദിച്ചു, നമ്പൂരിശൻ എവിടെയാ കുളിച്ചേ? നമ്പൂരിശൻ പറഞ്ഞു, കളവൻ കലക്കി വെള്ളത്തിൽ കുളിച്ചു. കേൾക്കുന്നവർക്ക് തന്നെ എന്ത് സുഖം, കളഭം കലക്കി വെള്ളത്തിൽ കുളിച്ചു. ഒരു വൃത്തിബോധം അങ്ങ് ഫീൽ ചെയ്യുക. സത്യത്തിൽ കളഭം എന്ന് പറഞ്ഞാലും ആനയുടെ പര്യായമാ. അപ്പോ രണ്ടും ഒരു സംഗതിയാ. കരി കലക്കി വെള്ളത്തിൽ കുളിച്ചു എന്ന് ഒന്നാമത്തവൻ പറഞ്ഞു, രണ്ടാമത്തവൻ പറഞ്ഞു കളഭം കലക്കി വെള്ളത്തിൽ കുളിച്ചു. കുളിച്ചു രണ്ടും ഒന്നല്ലേ? അപ്പൊ ചില ആളുകള് അങ്ങനെയാ പറഞ്ഞു വരുമ്പോൾ വൃത്തികേടാ. അതുകൊണ്ട് കാതൊലിക്ക എന്നൊക്കെ പറഞ്ഞു. ഈ കാതൊലിക്ക ഒരു ജുഡീഷ്യൽ ടൈമാണ്, പക്ഷെ മഫ്രിയാന. അപ്പൊ അത് കരി കലക്കി വെള്ളത്തിൽ കുളിച്ചു എന്ന് പറയുന്നത് കളവൻ കലക്കി വെള്ളത്തിൽ കുളിച്ചു എന്ന് പറയുന്ന പോലെ. അതുകൊണ്ടാണ് കാതോലിക്ക മഫ്രിയാന. അതുകൊണ്ടാണ് പാത്രിക്കീസ് പറയുമ്പോൾ മഫ്രിയാന, പിന്നെ ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടി കാതോലിക്ക എന്ന് അവിടെ തന്നെ ചേർത്ത് പറയുന്നുണ്ട്. രണ്ടും ഉണ്ട്. അതുകൊണ്ട് ആ വാഴ്ചയുടെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് അങ്ങോട്ട് കാണുക. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. വഷളൻ, ഏഭ്യൻ, ശുംഭൻ നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. ശ്രദ്ധിച്ച് അങ്ങോട്ട് നോക്കുക.